അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 2-ാമത്തെ ഭാഗം, അതിൽ 10-ാമത്തെ പാഠം ഫൽ യുക്രിം ജാറ. ഒരു ഹദീസിൻ്റെ തിരുവചനത്തിൻ്റെ തെല്ലാണ്, അല്പമാണത്. അവനവൻ്റെ അയൽവാസി ആദരിക്കട്ടെ. എന്ന് വെച്ചാൽ നല്ലൊരു കഥയാണിത്. പാഠത്തിൽ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. ഈ അയൽവാസി അയാളുടെ ടോയ്ലറ്റിലെ വേസ്റ്റ് വർഷങ്ങളോളം ആ മജൂസിൻ്റെ വീട്ടിൽ നിന്ന് ടോയ്ലറ്റ് നിറഞ്ഞപ്പോൾ അതിൻ്റെ കുഴി വേറെ കുഴിക്കാണ്ട് ആ വേസ്റ്റ് ആ പൈപ്പ് എന്ത് ചെയ്തു, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിൻ്റെ മുറ്റത്തേക്കാണ് ഒഴുക്കി വിട്ടു. ഇതിങ്ങനെ ഒലിച്ചിങ്ങോട്ട് വരും. വൃത്തികേടായിട്ട് അയൽവാസിൻ്റെ ടോയ്ലറ്റിൽ വെള്ളമാണ് വരുന്നത്, മലിനജലം വരികയാണ്, മാലിന്യം വരികയാണ്. പക്ഷേ ഇത് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി ആരോടും ആവലാതി പറയാതെ സ്വന്തം അത് വൃത്തിയാക്കും. മക്കൾ പോലും അറിയില്ല. അങ്ങനെ ഇവർക്ക് മരണം ആസന്നമായപ്പോൾ, രോഗമായി, ഡോക്ടർമാർ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ അയൽവാസിനെ വിളിച്ചങ്ങാണ്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് മരിക്കുമെന്ന് കരുതിയിട്ട് പറയാണ്, എന്നെപ്പോലെ ആവില്ല മക്കളും ബാക്കിയുള്ളവരും, അതുകൊണ്ട് അതൊന്ന് പരിഹാരം കാണട്ടോ. അങ്ങനെയുണ്ട്, വായിച്ചു നോക്കാം. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്, കണ്ടോ? വിരൽ വെക്കണേ. മജൂസിയായ ഒരു അയൽവാസിയുണ്ടായിരുന്നു. അയാളുടെ ടോയ്ലറ്റിലെ അവശിഷ്ടങ്ങളും മലിനജലവും സഹ്ൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുമുറ്റത്തേക്ക് ഒഴുക്കാറുണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സഹ്ൽ റളിയല്ലാഹു അൻഹു മാലിന്യങ്ങൾ നീക്കം ചെയ്യും. എന്നാൽ ഒരിക്കൽ പോലും മജൂസിയെ ആക്ഷേപിക്കുകയോ അയാളെക്കുറിച്ച് മറ്റാരോടെങ്കിലും പരാതി പറയുകയോ ചെയ്തില്ല. കാലം കടന്നുപോയി. സഹ്ൽ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു കിടപ്പിലായി. ഒരു ദിവസം അയൽവാസിയായ മജൂസിയെ വിളിച്ച് മഹാൻ പറഞ്ഞു, വളരെ കാലമായി താങ്കളുടെ ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരണാസന്നനായിരുന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ ഇത് അറിയിക്കില്ലായിരുന്നു. എൻ്റെ പിൻഗാമികൾ ഇത് ഉൾക്കൊള്ളണമെന്നില്ല. ഇത് കേട്ട മജൂസി അത്ഭുതപ്പെട്ടു. അദ്ദേഹം സഹ്ൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇത്രയേറെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് പരാതി പറയാതിരുന്നത്? സഹ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയൽവാസികളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാകില്ല.
സത്യവിശ്വാസിയാവുകയില്ല. ഇസ്ലാമിൻ്റെ മഹത്വമറിഞ്ഞ മജൂസിക്ക് മനസാന്തരമുണ്ടായി. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. ആരാ അയൽവാസികൾ പറഞ്ഞാൽ? ഇനി ഗൂഗിളിൽ നോക്കണ്ട. അയൽവാസി ആരാ പറഞ്ഞാൽ? ഇത് അയൽവാസി പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹ്. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസികൾക്ക് അയൽവാസികൾക്ക് നാം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. സത്യവിശ്വാസിയല്ല. പിന്നെയും പറയാണ്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസികൾക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരി. അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. നമ്മളെ ബോക്സ്, മൻ അറാദല്ലാഹു ബിഹി ഖൈറാ ഹബ്ബബഹു ഇലാ ജീറാനി. അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. നിങ്ങളെ അയൽവാസിക്ക് നല്ല ഇഷ്ടം, നിങ്ങൾക്ക് ഒരുപാട് ഖൈർ ഉദ്ദേശിച്ചു. നിങ്ങളെ അയൽവാസിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഓരോട് എപ്പോഴും വയക്കാൻ. അയൽവാസിന്റെ അമ്മയും നിങ്ങളെ അമ്മ എപ്പോഴും തല്ലും പേടിയാ. ഓരോ കാരണം പറഞ്ഞങ്ങാണ്ട്, അതിരിന്റെ പേര് പറഞ്ഞങ്ങാണ്ട്, കോയിന്റെ കാര്യം പറഞ്ഞ്, പട്ടിന്റെ കാര്യം പറഞ്ഞ് തല്ലും പിടിയാണോ? അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. പൊരുത്തപ്പെട്ട് നല്ലവരായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ തെദ്രീബാത്തിലേക്ക് പോവുകയാണ്. പരിശീലന ഭാഗത്തേക്ക് പോയാൽ എന്താ പറയാ നമ്മളോട്? ആദ്യം പറയാൻ നഖ്റഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാനാണ്. വായിച്ചിട്ട് മനസ്സിലാക്കണം. കൊഴുവ പിടിച്ച് നമുക്കല്ലേ. സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി ആരാണത്? ഹിജറ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രശസ്ത സൂഫി പണ്ഡിതൻ. ഹിജറ 300-ലാണ്. ഹിജറ ഇപ്പോൾ 1500 ആകാനായി. 500 ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറയണ്ട. 500 ആകാനായി നട്ടോളൂ കേട്ടോ. 447-48 ആയി.
അൽ യൗമുൽ ആഖിർ എന്ന് പറഞ്ഞ അന്ത്യനാള്. ജാഇ പറഞ്ഞാൽ വിശക്കുന്നവൻ, പട്ടിണി കിടക്കുന്നവൻ. യഷ്ബഉ പറഞ്ഞ വയറ് നിറക്കും. പിന്നെ ലായുതി, എന്താ ലായുതി പറഞ്ഞ ഉപദ്രവിക്കരുത്. പിന്നെ യുഹ്സിൻ നന്മ ചെയ്യണം. ജാറുൻ അയൽവാസി. നുഇദ്ദു അസ്ഇല ചോദ്യങ്ങൾ ഉണ്ടാക്കണം. 10 ചോദ്യം ഉണ്ടാക്കണം കുട്ടികളെ. 10 ചോദ്യം ഉണ്ടാക്കണം, അതിൻ്റെ ഉത്തരം ഉണ്ടാക്കണം. നടക്കുമോ? നടക്കായൊന്നുമില്ല, പരിശ്രമിച്ചാൽ കിട്ടും. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മുറ്റത്തേക്ക് മാലിന്യം ഒഴിവാക്കി ആര്? തൻ്റെ മജൂസിയായ അയൽവാസി. 2, എപ്പോഴാണ് ടോയ്ലറ്റിലെ മാലിന്യങ്ങൾ സഹ്ൽ നീക്കം ചെയ്യാറ്? റളിയല്ലാഹു അൻഹു രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്. 3, വർഷങ്ങളോളം ഇത് ക്ഷമിച്ച സഹ്ൽ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് അയൽവാസിയോട് പരാതിപ്പെട്ടത്? രോഗബാധിതനായി മരണമാസന്നമായപ്പോൾ. 4, ഇത്രയും കാലം പരാതിപ്പെടാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? സഹ്ൽ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അയൽവാസികളെ ബഹുമാനിക്കണമെന്നും ബുദ്ധിമുട്ടിക്കരുതെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് മറുപടിയൊക്കെ? നമ്മളൊക്കെ ആരാ മക്കളെ? ഇനി 5-ാമത്തെ ചോദ്യം, മഹാന്റെ നട്ടോ. മാന്റെ ശേഷം ഹാ വരണേ, തെറ്റിച്ചൊരു അക്ഷരത്തിൻ്റെ അവിടെ. മഹാന്റെ ഇത് മാന്റെ ശേഷം അലിഫിന് ശേഷമാണ് ഹാ വന്നത്. അങ്ങനെ ടൈപ്പിങ് പറ്റുന്നതാ. മഹാന്റെ മറുപടി കേട്ടപ്പോൾ അയൽവാസി മുസ്ലിമായി. കാരണമെന്ത്? ഇസ്ലാമിൻ്റെ മഹത്വം അറിഞ്ഞ് മനസാന്തരം ഉണ്ടായപ്പോൾ. ഇസ്ലാമിൻ്റെ മഹത്വ മനംമാറ്റം ഉണ്ടായപ്പോൾ. 6, ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. 7, അയൽവാസികളോട് നാം എങ്ങനെ വർത്തിക്കണം, എങ്ങനെ പെരുമാറണം? സ്നേഹത്തിലോ ബഹുമാനത്തിലോ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാതെയും. അയൽവാസികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. 8, അയൽവാസിയെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസി അല്ല. 9, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും? അവനെ അവൻ്റെ അയൽക്കാർക്ക് പ്രിയങ്കരനാക്കും. 10, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. അയൽവാസിനെ ആദരിക്കണം. ഇനി നെഹ്ഫളുമാണ്, മനപ്പാടാക്കാനാ. ഇങ്ങോട്ടോ അർത്ഥം എഴുതും വേണം. മനപ്പാടം പഠിച്ച് അർത്ഥം എഴുതണം കേട്ടോ. മങ്കാന യുഅ്മിനു എടുത്തിട്ടില്ലല്ലേ? പൊന്തിച്ചിട്ടില്ല. പൊന്തിക്ക. നെഹ്ഫളു അനുതർജീമു, മനപ്പാടം പഠിച്ച് അർത്ഥം എഴുതുക കേട്ടോ മലയാളത്തിൽ. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. പറഞ്ഞാണി. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. കുറേ ചൊല്ലിയാൽ പഠിയും കേട്ടോ. അർത്ഥം എന്താ? അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. ഇനി 2-ാമത്തെ ചോദ്യം മനപ്പാടാക്കിയിട്ട് എഴുതാനുള്ള കേട്ടോ. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. ഒന്നും കൂടി.
ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല. 3. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. ഒന്നുകൂടി. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. അവിടെ അർത്ഥം രണ്ടും ഒന്നായി പോയില്ലേ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. ഇവിടെ എന്ത് എഴുതാന്നോ? ഇവിടെ എഴുതണം. ഇനിയിപ്പോൾ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മാറ്റണം. കഷ്ടപ്പോൾ ഒരുപാടൊന്നുമില്ല, എന്നാലും ഇപ്പോഴത്തെ കാലത്ത് മടിയന്മാരല്ലേ നമ്മളൊക്കെ, അല്ലേ? മടിയന്മാരുടെ ലോകമല്ലേ. മടിയില്ലെങ്കിലൊക്കെ പറ്റുള്ളൂ. എന്താ എഴുതേണ്ടതാണോ അറിയോ? ഇങ്ങനെ പോരുക. ഇങ്ങനെ പോന്നാൽ കാണും. ഇത് ഇവിടെ കണ്ടോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. ചോദ്യം എന്തായിരുന്നു പറഞ്ഞേ മക്കളെ? ചോദ്യം എന്തായിരുന്നു? ഫൽയുക്രിം ജാറഹു എന്നില്ലേ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. എവിടെപ്പത്? അർത്ഥം എങ്ങനെ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അയൽവാസി ആദരിക്കട്ടെ. കാണുന്നോണ്ട് കാണണ്ടേ അല്ലേ? ചെറിയ കുഞ്ഞ് എഴുത്തായിട്ടേ. ഫൽയുഹ്സിൻ ഇലാ ജാരിഹിന്ന് ഫൽയുക്രിം ജാറഹു, അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ കേട്ടോ. ഞാൻ തെറ്റിട്ട് കാണുന്നില്ല, നിങ്ങൾ കണ്ടാണ് എഴുതിക്കോണ്ടി. അത്ര പറയാനുള്ളൂ. എവിടെയപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവിടെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ആദരിക്കട്ടെ. ഇവിടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന അയൽവാസിയെ ഉപദ്രവിക്കരുത് അതിന് അയൽവാസി ആദരിക്കട്ടെ എന്ന്. അതങ്ങോട്ട് എഴുതിയപ്പോൾ അങ്ങോട്ട് മാറിപ്പോയി. മറ്റത് ശ്രദ്ധിച്ചില്ല. വായിക്കാം നമുക്ക്. തഖ്സീസും കൂടി വായിക്കാം. തഖ്സീസ് എന്താ പറയുന്നത്? തഖ്സീസ് അയൽവാസികളോടുള്ള കടമകളെ കുറിച്ച് പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഒരു പ്രസംഗം പറഞ്ഞൂടെ മോനെ? നമുക്കൊരു പ്രസംഗം പറഞ്ഞൂടെ? പറ്റൂല എന്നോ? പറ്റും, പറഞ്ഞോ കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അയൽവാസികളോടുള്ള നമ്മുടെ കടമകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ വീടിന് അടുത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട്
എപ്പോഴും നല്ല രീതിയിൽ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അയൽവാസികളെ കാണുമ്പോൾ പുഞ്ചിരിയോടെ സലാം പറയുക, അവരെ ശല്യപ്പെടുത്താതിരിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അവർക്കും പങ്കുവെക്കുക, അയൽവാസികളെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളാകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബായ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദദ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. പലരും ഖബറിലുണ്ട്, അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹസനാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. ഖബർ കണ്ടെത്താ ദൂരം വിശാലാക്കി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർ ഖബറിലുണ്ട്, ഉപ്പമാർ ഖബറിലുണ്ട്, രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും പലരും ഖബറിലുണ്ട്, അയൽവാസികളുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്. അല്ലാഹു കുടുംബത്തിൽ എന്നെക്കാൾ പ്രായം കുറവാൻ ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ ഖബറിലുണ്ട്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആഖിറം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. നല്ല ഓർമ്മ തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.